ഹലോ, വെൽക്കം ടു കിങ്ഡം ലൈഫ്. ഇന്നലെ രാത്രി ഞാൻ എസ്തർ എന്ന് പറയുന്ന പുസ്തകം, ബൈബിളിലെ ഒരു ബുക്ക് ഓഫ് എസ്തർ, അത് വായിക്കാനിടയായി. അപ്പോൾ നിങ്ങളുമായിട്ട് അതിൽ നിന്ന് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കത്തി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ വെൽക്കം അഗൈൻ ടു കിങ്ഡം ലൈഫ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എസ്തർ എന്ന് പറയുന്ന ഒരു യഹൂദ പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എസ്തർ, എനിക്ക് അറിയത്തില്ല എത്ര പേര് ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് മുഴുവനായിട്ടും. പക്ഷെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, ആ ബുക്ക് ഓരോ ചാപ്റ്ററായിട്ട് വായിക്കാതെ അത് ഒറ്റയിരുപ്പിന്, അതൊരു ഭയങ്കര ചെറിയൊരു ബുക്കാണ്, ഒറ്റയിരുപ്പിന് അതൊരു ഒറ്റ ഒരു സ്റ്റോറി ആയിട്ട് അത് വായിക്കാൻ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് എസ്തറിൻ്റെ സ്റ്റോറി. എസ്തർ എന്ന് പറയുന്നത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യഹൂദ പെൺകുട്ടി. അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യഹൂദ പെൺകുട്ടിയാണെങ്കിലും അവൾ വളർന്നത് ജെറുസലേമിലല്ല, ഇസ്രായേലിലല്ല. അവൾ വളർന്നത് മൊർദെഖായ് എന്ന് പറയുന്ന അവളുടെ ഒരു എൽഡർ കസിൻ ബ്രദറിൻ്റെ കൂടെയാണ് അവൾ വളർന്നത്. പക്ഷെ അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ വളർന്ന് വന്നത്. അതെന്താന്ന് വെച്ചാൽ അവര് സ്വന്തം രാജ്യത്തിലല്ല അവർ ജീവിച്ചത്. അവിടുന്ന് നാട് കടത്തപ്പെട്ട് നെബൂക്കദ്നേസർ രാജാവ് അവരുടെ ആൻസിസ്റ്റേഴ്സിനെ, അവരുടെ പിതാക്കന്മാരെ നാട് കടത്തി മറ്റൊരു ദേശത്ത് ഫോറിനേഴ്സ് ആയിട്ടാണ് അവർ ജനിച്ച് വളർന്നത്. അപ്പോൾ ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ, സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോഴുള്ള ഒരു സ്വാതന്ത്ര്യത്തിലൊന്നും അല്ല അവർ വളർന്നു വന്നത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ് എസ്തർ എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ കാണാം, എസ്തർ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അസാധാരണമായ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച് അവളൊരു നോബഡിയിൽ നിന്ന്, ഒന്നുമല്ലാത്ത, അഡ്രസ്സ് പോലും പറയാത്ത ഒരു പെൺകുട്ടി. അഡ്രസ്സ് പോലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇന്ന ആളുടെ വീട്ടിൽ ജനിച്ചു, ഇന്ന ആളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു അഡ്രസ്സ് പോലും പറയാത്ത ഒരു പെൺകുട്ടിയുടെ ഒരു ലൈഫ് ലൈൻ പോകുന്നത് ഒരു സിംപ്ലസ്റ്റ് ഓഫ് സിംപ്ലസ്റ്റ് ഭവനത്തിൽ നിന്ന് ഒരു രാജ്ഞിയുടെ പദവിയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. സോ അവൾക്ക് ഇതൊന്നും സ്വപ്നം കാണാൻ പോലും ഉള്ള ഒരു ചാൻസ് ഇല്ല, സ്വപ്നം കാണാൻ പോലും ഉള്ള ഒരു അർഹതയില്ല. കാരണം അവളുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു. അവളുടെ ജീവിത സാഹചര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന പെൺകുട്ടി അവളുടെ തലവര മാറ്റുന്ന, അവളുടെ ജീവിത സാഹചര്യത്തെ ഒറ്റൊരു ദിവസം കൊണ്ട് മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ. അവിടെ വചനം പറയാണ്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ എന്ന് പോലും അല്ല പറയുന്നത്, കൃപ. അവൾ മനുഷ്യരുടെ ഇടയിൽ കൃപ കണ്ടെത്തിയത് കൊണ്ട് രാജാവിന് അവളോട് പ്രിയം തോന്നി അവളെ രാജ്ഞിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ ആ കിങ്ഡത്തിന്റെ, ആ ഒരു രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പൊസിഷൻ, അത് രാജാവിന്റെ പൊസിഷനാണ്. അത് കഴിഞ്ഞ് ദ സെക്കൻഡ് മോസ്റ്റ് ഹയസ്റ്റ് പൊസിഷനിലോട്ട് കൃപ കാരണം അവൾ കയറി പോകുന്ന ഒരു സീൻ. ഹല്ലേലൂയ. അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അവള് ഇതൊന്നും സ്വപ്നം കണ്ടിട്ടുണ്ടാവത്തില്ല. കാരണം അവരൊരു
വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു അടിമ അടിമ എന്നുള്ള നിലയിലായിരിക്കും അവർ വളർന്നു വന്നത്. അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കും. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഒരു രാജ്ഞിയുടെ പദവിയിലേക്ക് കയറിപ്പോകുന്ന ഒരു ഒരു ഇത് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. സോ എന്നെ ചിന്തിപ്പിച്ചത്, അവൾക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലായിരുന്നു, അവൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലായിരുന്നു, അവൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു, ഒരു കുടുംബ പേരില്ലായിരുന്നു, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ബട്ട് വെൻ ഷീ ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്, രാജാവിൻ്റെ ഹൃദയത്തെ തിരിച്ച ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും യേശുവിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പോലും അറിയാതെ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഒരു റോയൽറ്റി ഉണ്ട്. ഇവിടെ ഞാൻ വായിക്കുമായിരുന്നു, ഇവള് രാജ്ഞിയായത് വെറും ഒരു കൺട്രിയുടെ രാജ്ഞിയല്ല. ഈ അഹാസ്യൂറസ് രാജാവിൻ്റെ ഭാര്യയാണ് ഇവളായത്. അഹാസ്യൂറസ് രാജാവിൻ്റെ കിങ്ഡം എന്ന് പറയുന്നത്, രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള രാജവംശത്തിലാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് ഡൈനാസ്റ്റിയാണ്, അതൊരു ഹ്യൂജ് കിങ്ഡമാണ്, അതൊരു വലിയ ഒരു ഭരണമാണ്. അവിടുത്തെ രാജ്ഞി എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഒരു കിങ്ഡത്തിന്റെ അല്ലെങ്കിൽ ചെറിയ ഒരു രാജ്യത്തിന്റെ രാജ്ഞി പദവിയല്ല, ഒരു വലിയ ഒരു സാമ്രാജ്യത്തിന്റെ തന്നെ രാജ്ഞിയായിട്ടാണ് എസ്തർ വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ഭൂമിയിലുള്ള രാജാവിൻ്റെ രാജപദവി അത്ര പവർഫുൾ ആണ്. അതിൻ്റെ രാജ്ഞി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിട്ട് വരുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആകുകയാണെങ്കിൽ, when you accept Jesus, when you enter the royalty of Jesus, just imagine the royalty of Jesus, how big it is. യേശുവിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത് എത്രയധികം മടങ്ങ് വലുതാണ്. Hallelujah. We are worshipping the King of Kings and the Lord of Lords. നമ്മൾ ആരാധിച്ച് സേവിച്ച് നിൽക്കുന്നത് രാജാക്കന്മാരുടെ രാജാവിനെയും നേതാക്കന്മാരുടെ നേതാവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അഹാസ്യൂറസ് രാജാവിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത്, അഹാസ്യൂറസ് രാജാവിൻ്റെ വംശം എന്ന് പറയുന്നത് ഇത്രയധികം വലുതാണെങ്കിൽ, യേശുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് എത്രയധികം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടി ചെയ്ത ദൈവത്തിൻ്റെ രാജ്യത്വം. ഹല്ലേലൂയ. അതെന്നെ ഒരുപാട് ടച്ച് ചെയ്തു. എസ്തർ എൻറ്റർ ചെയ്ത റോയൽറ്റി ഇത്രയും വലുതാണെങ്കിൽ, എൻറ്റർ ചെയ്ത പാലസ് ഇത്രയും വലുതാണെങ്കിൽ, ആ ഒരു പവർ, ആ ഒരു അതോറിറ്റി ഇത്രയും വലുതാണെങ്കിൽ, നമ്മൾ യേശുവിനെ ആക്സെപ്റ്റ് ചെയ്ത് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഒരു റോയൽറ്റി, അത് എത്ര അധികം മടങ്ങ് വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, നിങ്ങളും കർത്താവുമായിട്ടുള്ള ബിട്രോത്ത്, ഐ ഹാവ് ബിട്രോത്ത് യു വിത്ത് ദ ലോർഡ്. ഞാൻ നിങ്ങളെ കർത്താവുമായിട്ട്, നിങ്ങളുടെ എൻഗേജ്മെന്റ് ഞാൻ നടത്തിയിരിക്കുന്നു, നിങ്ങളുടെ നിശ്ചയം, വിവാഹ നിശ്ചയം ഞാൻ നടത്തിയിരിക്കുന്നു. യു ആർ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, യു ആർ ദ ബ്രൈഡ് ഓഫ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. നിങ്ങളുടെ മണവാളൻ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്നതിൻ്റെ പവർ, അതിൻ്റെ അതോറിറ്റി, അതിൻ്റെ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ എസ്തറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യഹൂദന്മാർക്ക് മുഴുവൻ ഒരു ഭീതിയായിട്ട്, അവരെ കൊന്നൊടുക്കാനുള്ള രാജാവിൻ്റെ ഉത്തരം ഒരു തന്ത്രത്തിൽ കൈപ്പറ്റുന്ന ഒരു ഹാമാനെ പറ്റി നമ്മൾ വായിക്കും. ഹാമാന് ആള് പ്ലാൻ ചെയ്യാണ്, ജ്യൂസിനെ മുഴുവൻ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം മേടിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും എസ്തറിനും അതൊരു ഭീഷണിയാണ്. എസ്തറും ഒരു യഹൂദ പെൺകുട്ടിയാണ്.
അപ്പം അവിടെയുള്ള യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ഹാമാൻ ഒരു പദ്ധതിയായിട്ട് വരുമ്പോൾ, ഒരു ഉത്തരവുമായിട്ട് വരുമ്പോൾ, എസ്തറിനെ വളർത്തി വലുതാക്കിയ മൊർദെഖായി എസ്തറിനോട് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ ഒരു വചനമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു വചനമാണ്, എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ്. എസ്തർ 4:14 says, മൊർദെഖായി എസ്തറിനോട് പറയുവാണ്, "For if you keep silent at this time, relief and deliverance will rise for the Jews from another place, but you and your father's house will perish." എസ്തർ 4:14 മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു, "നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന് ആർക്കറിയാം?" മൊർദെഖായി എസ്തറിനോട് പറയാണ്, ഇങ്ങനെ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ വന്നപ്പോൾ, എന്ന് പറഞ്ഞ എല്ലാവരുടെയും ജീവന് തന്നെ ഒരു ഭീഷണി വന്നപ്പോൾ, മൊർദെഖായി എസ്തറിനോട് പറയാണ്, നീ ക്വീനായിട്ട് അവിടെ വാഴാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെ രാജകുടുംബത്തില് അവിടുത്തെ സൗകര്യങ്ങളും അവിടുത്തെ സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ അവിടുത്തെ രാജപദവിയും അവിടുത്തെ സുഖങ്ങളും ഒക്കെ അനുഭവിച്ച് അവിടെ മിണ്ടാതിരിക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ചിലപ്പോ ഈ ഒരു സമയത്ത് സംസാരിക്കാൻ വേണ്ടി, ഈ ഒരു സമയത്ത് ഒരു പർപ്പസ് ആയിട്ട്, ഈ ഒരു സമയത്തേക്ക് വേണ്ടി ഒരു റിലീഫിന് വേണ്ടിയിട്ടായിരിക്കും നിന്നെ ദൈവം രാജ്ഞിയാക്കിയത് എന്ന് ആർക്കറിയാം? വാവ്, അതെന്നെ ഒരുപാട് ടച്ച് ചെയ്തു. എന്ന് പറഞ്ഞ എസ്തറിന് അവിടെ രാജ്ഞിയാക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം എസ്തറിനെ രാജ്ഞിയാക്കിയത്. അല്ലെങ്കിൽ എസ്തറിന്റെ ഒരു ക്വാളിറ്റി കൊണ്ടിട്ടോ അല്ലെങ്കിൽ എസ്തറിന്റെ ഒരു മിടുക്ക് കൊണ്ടിട്ടോ, ഓക്കെ ഞാൻ ഇവളെ രാജ്ഞിയാക്കിയേക്കാം, ഇവളെ ഒരു പ്രൊമോഷൻ കൊടുത്ത് നല്ലൊരു പൊസിഷൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ദൈവം അവളെ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്തതല്ല. ഇങ്ങനെ ഒരു ഡിഫിക്കൾട്ട് ടൈം വരുമ്പോൾ, ഇങ്ങനെ ഒരു പ്രയാസമുള്ളൊരു ഘട്ടം വരുമ്പോൾ, ദേശത്തിന് തന്നെ ഒരു നാശം സംഭവിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, നീ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, നീ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്, നീ സംസാരിക്കാൻ വേണ്ടിയിട്ട്, നീ വാ തുറക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിലോ നിന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു പേർപ്പസ് ഉണ്ട്. See, my purpose will be different from yours. എൻ്റെ പേർപ്പസ് ആയിരിക്കണം എന്നില്ല നിന്റെ പേർപ്പസ്. നമ്മൾ പക്ഷേ ഒരാളും ബൈ മിസ്റ്റേക്ക്, ബൈ ആക്സിഡന്റ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നില്ല. ഈച്ച് ആൻഡ് എവ്രി വൺ ഹാസ് എ ഡിവൈൻ പേർപ്പസ്. എല്ലാവർക്കും ഒരു പേർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട് ഈ ഭൂമിയിൽ ജനിച്ചതിന്. എസ്തർ അവിടെ രാജ്ഞിയായതിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ ഒരു സമയത്തേക്കാണ് അവൾ അവിടെ രാജ്ഞിയാക്കി വെച്ചിരിക്കുന്നത്. അവൾ എഴുന്നേറ്റ് അവളുടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. അതുപോലെ നീ യേശുവിലേക്ക് വന്നതിന് ഒരു പേർപ്പസ് ഉണ്ട്. വെൻ യു കെയിം ടു ക്രൈസ്റ്റ്, യു entered the royal palace of Jesus. നീ യേശുവിൻ്റെ സിംഹാസനത്തിൽ, നീ യേശുവിൻ്റെ രാജ്യത്വത്തിലേക്കാണ് നീ കയറിയിരിക്കുന്നത്. നിനക്ക് അധികാരമുണ്ട്, നിനക്ക് പവറുണ്ട്. യു ആർ എ ക്വീൻ. നീ ഒരു രാജ്ഞിയാണ്. ഹല്ലേലൂയ. രാജ്ഞിയാണെന്ന് പറഞ്ഞാൽ നിനക്ക് സുഖങ്ങളും സന്തോഷങ്ങളും പണവും പ്രതാപവും ഒക്കെ ഉണ്ടെന്നല്ല. ബട്ട് യു ഹാവ് പവർ വിത്തിൻ യു, യു ഹാവ് അതോറിറ്റി വിത്തിൻ യു. നിന്റെ ഉള്ളിൽ അധികാരമുണ്ട്. നിന്റെ ആത്മാവിൽ ദൈവം തന്നിരിക്കുന്ന ഒരു പവറുണ്ട്. അത് ഉപയോഗിക്കാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അത് ഏതൊരു സമയത്തേക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് എൻ്റെ പേർപ്പസ് ആയിരിക്കത്തില്ല നിങ്ങളുടെ പേർപ്പസ്. ബട്ട് ലെറ്റ് മീ ടെൽ യു മൈ ഫ്രണ്ട്, നിങ്ങൾ ഡിഫിക്കൾട്ട് ടൈമിലൂടെ പോകുമ്പോൾ, പ്രയാസമുള്ള ഘട്ടത്തിലൂടെ പോകുമ്പോൾ, നിന്റെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു പവർ, നിന്റെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കാനായിരിക്കും നിന്നെ ആ ഒരു പൊസിഷനിൽ ദൈവം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് നീ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ മറ്റൊരു കാര്യം കൂടി മൊർദെഖായി പറയുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. മൊർദെഖായി പറയാണ്, നീ മിണ്ടാതിരുന്നാൽ
മറ്റൊരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരിക്കലും വിചാരിക്കരുത് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് നിന്റെ മിടുക്ക് കൊണ്ടാണെന്ന്. ദൈവത്തിന് മറ്റൊരു വ്യക്തിയെ, ഇതിലും നല്ലൊരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ നീ മറന്നു പോകരുത്, നീയും നിന്റെ പിതൃഭവനവും നിന്നെ വിളിച്ച വെളിയിലേക്ക് നീ വന്നില്ലെങ്കിൽ നീ അത് മിസ് ചെയ്യും. യു ആർ മിസ്സിങ് ദ ഹോൾ പോയിന്റ്. യു ആർ മിസ്സിങ് ദ ഹോൾ പോയിന്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ രാജ്യത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്, നീ യേശു ക്രിസ്തുവിൽ വന്നിരിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഒരു ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എനിക്ക് എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എസ്തർ എന്ന് പറഞ്ഞ ബുക്ക് നീ വായിക്കുമ്പോൾ ഉടനീളം ഒരൊറ്റൊരു സ്ഥലത്ത് പോലും ദൈവം എന്നൊരു വാക്ക് കാണത്തില്ല. യു വിൽ നെവർ ഫൈൻഡ് ദ വേർഡ് ഗോഡ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തർ. പക്ഷേ നമ്മൾക്ക് ഇത് മുഴുവൻ വായിക്കുമ്പോൾ ഒരൊറ്റ കാര്യം നമുക്ക് മനസ്സിലാവും, ഇതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് ദൈവമാണ്. ഇതെല്ലാം കറക്റ്റ് ടൈമിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ദൈവമാണ്. രാജാവിന് എസ്തറിനോട് ഫേവർ തോന്നാനിടയായത് ദൈവം രാജാവിൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ച ഒരു ചിന്തയാണ്. രാജ്ഞിയാവുന്നത് ദൈവമാണ് ആക്കി വെക്കുന്നത്. മൊർദെഖായി എസ്തറിനോട് സംസാരിക്കുന്ന ദൈവമാണ് ആ വാക്കുകൾ ഉള്ളിൽ വെക്കുന്നത്. രാത്രി രാജാവിന് ഉറക്കമില്ലാതെ ഇരിക്കുന്ന ദൈവമാണത് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓരോ പേജിലും വി ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അവിടെ ദൈവം എന്ന വാക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും വി ക്യാൻ സീ ഗോഡ് എവ്രിവെയർ. ലെറ്റ് മീ ടെൽ യു മൈ ഫ്രണ്ട്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം, യു മേ ഫീൽ ലൈക്ക് ഗോഡ് ഇസ് സൈലന്റ്. നിങ്ങൾക്ക് തോന്നുമായിരിക്കും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എനിക്ക് ഉത്തരം തരുന്നില്ല, ഞാൻ വർഷങ്ങളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരും എൻ്റെ കരച്ചിൽ കാണുന്നില്ല, ആരും എന്നെ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ബട്ട് ഫ്രം ദി ബുക്ക് ഓഫ് എസ്തർ വി അണ്ടർസ്റ്റാൻഡ് ഗോഡ് ഇസ് എവ്രിവെയർ. നമ്മൾക്ക് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ സ്ഥലത്തും ദൈവമുണ്ട്, നിന്റെ എല്ലാ സാഹചര്യത്തിലും ദൈവമുണ്ട്. ബിക്കോസ് ഹി സെഡ് ഐ വിൽ നെവർ ലീവ് യു നോ forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുന്നില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല. നീ വെള്ളത്തിലൂടെ പോകുമായിരിക്കും, നീ തീയിലൂടെ പോകുമായിരിക്കും, ബട്ട് ഐ ആം റൈറ്റ് ദെയർ. ഞാൻ അതിൻ്റെ മധ്യത്തിലുണ്ട്. ഇത് നിന്നെ വിഴുങ്ങാനുള്ള തീയല്ല, ഇത് നിന്നെ മുക്കാനുള്ള വെള്ളമല്ല. ഐ ആം ദെയർ, ഐ ആം റൈറ്റ് ദെയർ. അതാ ദാവീദ് ഇങ്ങനെ പാടിയത്, ഞാൻ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. Even if I walk through the valley of the shadow of death, I will fear no evil, because my God is with me. ഹല്ലേലൂയ. അതൊരു കോൺഫിഡൻസ് ആണ്. ഹല്ലേലൂയ. ഡിഫിക്കൽട്ട് ടൈമിലൂടെ നമ്മൾ പോകും, നമുക്ക് പ്രശ്നങ്ങളൊന്നും വരത്തില്ലെന്നല്ല. ചിലർക്കൊരു ധാരണയുണ്ട്, നമ്മൾ യേശു ക്രിസ്തുവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് യു ഹാവ് എ സ്മൂത്ത് ലൈഫ്, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നോ, വെൻ യു ആർ ഇൻ ക്രൈസ്റ്റ് യു ആർ ദ മെയിൻ ടാർഗറ്റ് ഓഫ് ദ എനിമി. നീ യേശു ക്രിസ്തുവിലാണെങ്കിൽ നീയാണ് മെയിൻ ടാർഗറ്റ് ശത്രുവിൻ്റെ. നിനക്കൊരു ശത്രു ഉണ്ട്. നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നമ്മളുടെ അയൽവാസിയല്ല, നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നമ്മളുടെ അമ്മായിയമ്മയോ അമ്മായിയപ്പനോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ബന്ധുക്കളോ ആരുമല്ല, നമ്മളുടെ കൂട്ടുകാരോ ആരുമല്ല. നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നമുക്ക് ഒരു യുദ്ധമുണ്ട്, നമ്മളുടെ അധികാരങ്ങളും അന്ധകാരത്തിൻ്റെ പോരുകളോടും വാഴ്ചകളോടുമാണ് നമ്മളുടെ യുദ്ധം. ഇറ്റ്സ് നോട്ട് വിത്ത് പീപ്പിൾ. ജഡരക്തങ്ങളോടല്ല നമ്മളുടെ യുദ്ധം. നമ്മളുടെ യുദ്ധം പിശാചിനോടാണ്. യു നീഡ് ടു നോ ഹൂ യുവർ എനിമി ഈസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ദൈവം സൈലൻ്റ് ആയിട്ട് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഉത്തരമില്ലെന്ന് തോന്നുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലെന്ന് തോന്നുമ്പോൾ, ലെറ്റ് മീ എൻകറേജ് യു, ഡോണ്ട് ഗിവ് അപ്പ്. ഗോഡ് ഈസ് റൈറ്റ് ദെയർ. Hallelujah. And you have a purpose in this difficult time. നിങ്ങൾക്ക് ഈ ഒരു കഷ്ടത്തിൻ്റെ സമയത്തിൽ you have a purpose. God has given you the power and the authority to speak the truth. നിങ്ങൾ
സത്യം വിളിച്ചു പറയണം. ഈ വചനം എന്ത് പറയുന്നു ആ സത്യം നിങ്ങളോട് തന്നെ സംസാരിക്കണം. നിങ്ങൾ വചനം വിളിച്ചു പറയണം. Hallelujah. And when I look at the book of Esther, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇറ്റ്സ് എ ഹാപ്പി എൻഡിങ്. അതിൻ്റെ എൻഡ് വായിക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ചാപ്റ്റർ ഓഫ് സെലിബ്രേഷൻ. ഹല്ലേലൂയ. കഷ്ടത്തിലൂടെ പോകുന്നുണ്ട്, ബുദ്ധിമുട്ടിലൂടെ പോകുന്നുണ്ട്, മരണത്തിലൂടെ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം, ശത്രു ഒരു കൊലക്കയർ അവിടെ ഉണ്ടാക്കും. യഹൂദൻ മൊർദെഖായിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കൊലക്കയർ ഉണ്ടാക്കുമ്പോൾ, ഹല്ലേലൂയ, ഗോഡ് ഈസ് ടേണിംഗ് ദ ഡ്രമാറ്റിക്കലി ടു കിൽ ദ എനിമി. ആ ശത്രു ഉണ്ടാക്കിയവനെ തന്നെ ആ കൊലക്കയറിൽ, ഹല്ലേലൂയ, കൊലക്കയറ് കൊണ്ട് കൊല്ലുന്ന ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് സാഹചര്യങ്ങൾ മാറുന്നത് നമുക്ക് കാണാം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര നെഗറ്റീവ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ, ലെറ്റ് മീ ടെൽ യു, ലെറ്റ് മീ എൻകറേജ് യു ടുഡേ ദാറ്റ് ദ എൻഡ് ഈസ് ഗുഡ്. The end is going to be a celebration. The end is going to be a feast. ഇവിടെ നമുക്ക് ഇതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ കാണാം. It's like a feast. They are celebrating. Jews celebrate ചെയ്യാണ്. അവർ പറയണം എല്ലാ വർഷവും നമുക്കിത് ഓർക്കണം, ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ദൈവം ചെയ്ത വലിയ കാര്യം, വലിയൊരു ഡെലിവറൻസ് നമ്മുടെ തലമുറകൾ മറന്നു പോകരുത്. എവ്രി ഇയർ വി നീഡ് ടു സെലിബ്രേറ്റ്, വി നീഡ് ടു ഫീസ്റ്റ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ പോകുകയാണെങ്കിലും, ലെറ്റ് മീ ടെൽ യു, മൈ ഗോഡ് ഹാസ് പ്ലാൻസ് ഫോർ യു. ഇറ്റ് ഈസ് ഫോർ എ ഗുഡ് ഫ്യൂച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഫോർ എൻ എക്സ്പെക്റ്റഡ് എൻഡ്. ഹല്ലേലൂയ. അതൊരു നല്ല ഒരു എൻഡിന് വേണ്ടിയിട്ടാണ്, നല്ല ഒരു, ഹല്ലേലൂയ, നല്ല ഒരു എൻഡിന് വേണ്ടിയിട്ട്, നല്ല സമാധാനമായിട്ടുള്ള ഒരു എൻഡിന് വേണ്ടിയിട്ടാണ്, ഹല്ലേലൂയ, നീ ഇതിലൂടെ കടന്നു പോകുന്നത്. ഇത് നിന്റെ നാശത്തിനല്ല, ഇത് നിന്റെ ക്ഷേമത്തിനാണ്. And you will be celebrating. Your morning will turn to dancing. നിന്റെ കരച്ചിൽ ഒരു നൃത്തമായിട്ട് മാറും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.